ശാരദാ ശാരദാംഭോജവദനാ വദനംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഇന്ന് ലളിതാ സഹസ്രനാമത്തിൽ 176 177 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. 176 ശ്ലോകം. ധരാ ധരസുതാ ധന്യ ധർമ്മിണി ധർമ്മവാത് വർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. ആദ്യത്തെ നാമം ധരാ എന്ന്. ഭൂമി സ്വരൂപമായിട്ടുള്ള ദേവി. ഭൂമിദേവി എന്ന് പറഞ്ഞാൽ അതും ദേവി തന്നെയാണ്, ലളിതാംബിക തന്നെയാണ് ഭൂമിദേവി. ഭൂമിയുടെ രൂപമെടുത്തിരിക്കുന്നതും ലളിതാംബിക തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം ആ ധരാ എന്നുള്ളത് ആ ഭൂമിദേവിയുടെ രൂപത്തിലുള്ളതായ ദേവി എന്നർത്ഥം. ധരാ ധരസുത, ധരസുതയായിട്ടുള്ളതും ദേവി തന്നെയാണ്. ധരസുത എന്ന് വെച്ചാൽ ധരഹ എന്നുള്ളതിന് പർവ്വതം എന്നർത്ഥമുണ്ട്. ധരഹ പർവ്വതം. ആ പർവ്വതമാകുന്ന ഹിമവാന്റെ പുത്രിയായിട്ടുള്ള പാർവതി, പാർവതി രൂപമായിട്ടുള്ളതും ലളിതാദേവി തന്നെയാണ്. ഭൂമിദേവി ആയിട്ടുള്ളതും ലളിതാദേവി തന്നെയാണ്. പാർവതിയായതും ലളിതാദേവി തന്നെയാണ്. ധരാ ധരസുത ധന്യ, ധന്യ മംഗളരൂപിണിയായിട്ടുള്ള ദേവി, എല്ലാവിധത്തിലും കൃതാർത്ഥയായിട്ടുള്ള ദേവി എന്നർത്ഥം. ധന്യ എന്ന് വെച്ചാൽ കൃതാർത്ഥത വന്നിട്ടുള്ളതായ ദേവി. വേറെ ഒന്നിനോടും താല്പര്യം കൂടുതലായിട്ടൊന്നും കിട്ടേണ്ടതില്ല. വളരെ സന്തുഷ്ടയായി തൃപ്തയായിട്ടുള്ളതായ ദേവി ധന്യ. ധർമ്മിണി, ധർമ്മസ്വരൂപയായ ദേവി. ധർമ്മം എന്നുള്ളത് ദേവിയുടെ സ്വരൂപം തന്നെയാണ്, ധർമ്മം എന്നുള്ളതാണ്. ധർമ്മസ്വരൂപിണിയായ ദേവി ധർമ്മിണി. ധർമ്മവർദ്ധിനി, പ്രജകളുടെ എല്ലാം ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നതായ ദേവി. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നതിന് പ്രജകൾക്ക് ഉത്തേജനം നൽകുന്നതായ ദേവി ധർമ്മവർദ്ധിനി. എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നതായ ദേവി എന്നർത്ഥം. ധർമ്മവർദ്ധിനി. ലോകാതീത, ലോകങ്ങൾക്കെല്ലാം അതീതയായിട്ടുള്ള ദേവി. 14 ലോകങ്ങൾക്കും ഉപരി വർത്തിക്കുന്നതായ, 14 ലോകങ്ങളെയും അതിക്രമിച്ച് വർത്തിക്കുന്നതായ ദേവി എന്നർത്ഥം. ലോകാതീത ഗുണാതീത, ത്രിഗുണങ്ങൾക്ക് അതീതയായ ദേവി ഗുണാതീത. ത്രിഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതയായി വർത്തിക്കുന്നതായ ദേവി ഗുണാതീത. സർവാതീത, എല്ലാറ്റിനും. ഇനി ഗുണാതീത എന്ന് വേറെ പറയേണ്ടതില്ല, ലോകാതീത എന്ന് പറയേണ്ടതില്ല. എല്ലാറ്റിനും അതീതയായിട്ടുള്ള ദേവി, സർവത്തിനും അതീതയായിട്ടുള്ള ദേവി സർവാതീത. ഇനി ശമാത്മിക. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശാത്മാത്മികയാണ് ദേവി, ശമസ്വരൂപിണിയാണ് ദേവി. ശമം സ്വരൂപമായിട്ടുള്ള ദേവി എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം 176 ശ്ലോകം. ബന്ധൂക കുസുമപ്രഖ്യ ബാലാ ലീലാവിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി. ആദ്യത്തെ നാമത്തിലെ ബന്ധൂക കുസുമ പ്രഖ്യ. ബന്ധൂക കുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയോടു കൂടിയതായ ദേവി, ചെമ്പരത്തിപ്പൂവിലെ ചുമന്ന ശരീരത്തോടു കൂടിയതായ ദേവി ബന്ധൂക കുസുമ പ്രഖ്യ എന്ന്. ഇനി അടുത്തത് ബന്ധൂക കുസുമപ്രഖ്യ ബാല, ബാലസ്വരൂപിണിയായ ദേവി. നേരത്തെ ബാലരൂപയായിട്ടുള്ള ദേവിയെ പറ്റിയിട്ട് ബാലയുടെ വിക്രമത്തിൽ സന്തോഷിക്കുന്നതായിട്ടുള്ള ദേവി എന്നൊക്കെ നേരത്തെ ദേവിയുടെ നാമം പറയുണ്ടായി. അപ്പോൾ ആ ഭണ്ഡാസുരനെ വധിക്കുന്നതിന് വേണ്ടി ബാലയുടെ രൂപം ധരിച്ചതായിട്ടുള്ള ദേവി, അതാണ് ഇവിടെ ബാല എന്ന് പറയുന്നത്. ബാലാരൂപിണിയായിട്ടുള്ള ദേവി എന്ന്. ബാല. പിന്നെ അടുത്തത് ലീലാവിനോദിനി. ലീലാവിനോദിനിയായിട്ടുള്ള ദേവി. എന്താണ് ദേവിയുടെ ലീല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തന്നെ തൻ്റെ ലീലയാക്കിയിട്ടുള്ള ആ ലീലയിൽ വിനോദിക്കുന്നതായ ദേവി ബാല ലീലാവിനോദിനി. ലീലയിൽ
തൻ്റെ ലീലയാകുന്ന സൃഷ്ടിസ്ഥിതി ആദികളിൽ വിനോദിക്കുന്നതായ ദേവി ലീലാവിനോദിനി. സുമംഗലി, സുമംഗലിയായ ഭർത്തൃസഹിതയായിട്ടുള്ള മംഗലം. സുമംഗലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഭർത്താവോട് കൂടിയതായ ദേവി, ഭർത്തൃസഹിതയായ ദേവി സുമംഗലി. സുഖകരി, എല്ലാവർക്കും സുഖത്തെ ചെയ്യുന്നതായ ദേവി, സുഖത്തെ നൽകുന്നതായ ദേവി സുഖകരി. സുമംഗലി, സുഖകരി. സുവേഷാഢ്യ, നല്ലതായ വേഷങ്ങൾ ധരിച്ചിട്ടുള്ളതായ ദേവി. ദേവിയെ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ആ മനസ്സിന് സന്തോഷം ഉണ്ടാവാണ്ടൊക്കെ വിധത്തിൽ എല്ലാ ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെ ഓരോരോ രൂപം സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ നമുക്ക് ധ്യാനിക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ പരമമായ വിസ്തൃതമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ ധ്യാനിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ആ ഒരു രൂപം മനസ്സിൽ ധ്യാനിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണിവിടെ പറഞ്ഞത്. സുഖകരി എന്ന് പറഞ്ഞു, സുഖത്തെ നൽകുന്നതായ ദേവി. സുമംഗലി, സുഖകരി. സുവേഷാഢ്യ, സുവേഷം കൊണ്ട് ആഢ്യയായിട്ടുള്ള ദേവി, നല്ല വേഷവിധാനങ്ങൾ ധരിച്ച് ആഢ്യയായിട്ടുള്ള ദേവി. പിന്നെ സുവാസിനി, ശോഭനമായ വസ്ത്രങ്ങൾ ധരിച്ചതായ ദേവി. ബന്ധൂകസുകുസുമപ്രഖ്യ ബാലാ ലീലാവിനോദിനി. സുമംഗലി, സുഖകരി, സുവേഷാഢ്യ, സുവാസിനി.